നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. H-1B വിസ ദുരുപയോഗം തടയുന്നതിനും അമേരിക്കൻ കമ്പനികൾ ജോലി ഔട്ട്സോഴ്സ് ചെയ്യുന്നത് തടയുന്നതിനുമുള്ള ബിൽ കോൺഗ്രസിൽ വീണ്ടും അവതരിപ്പിച്ചു. കഴിഞ്ഞ കോൺഗ്രസിൽ അവതരിപ്പിച്ച കീപ്പിംഗ് അമേരിക്കൻ ജോബ് ആക്ട് എന്ന ഈ ബിൽ പരിഗണനയിൽ എത്തിയിരുന്നില്ല. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഡെറിക് കിൽമറും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഡഗ് കോളിൻസും സംയുക്തമായാണ് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. H-1B വിസയിൽ കൊണ്ടുവന്ന വിദേശ ജോലിക്കാരെ പരിശീലിപ്പിച്ചതിനു ശേഷം അമേരിക്കൻ ജോലിക്കാരെ പിരിച്ചുവിടുകയും IT ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതും ഇവിടെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. H-1B വിസയിൽ അമേരിക്കയിലേക്ക് വരുന്ന IT ജോലിക്കാർ നൂതന സംഭാവനകൾ നൽകുകയും IT മേഖലകളിലെ ഉൽപാദനക്ഷമത ഉയർത്തുവാനും സഹായിക്കുന്നുവെങ്കിലും അമേരിക്കൻ ജോലിക്കാർ ടെക്നോളജി ജോലികൾ ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് തിരിയുവാൻ നിർബന്ധിതരാക്കപ്പെടുന്നതായി പഠന റിപ്പോർട്ടുകൾ കാണിക്കുന്നു. നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ചിന്റെ റിപ്പോർട്ട് പ്രകാരം 100 വിദേശ ജോലിക്കാർ ഈ മേഖലയിൽ ജോലി ചെയ്യുവാൻ എത്തുമ്പോൾ 33 മുതൽ 61 വരെ ഇതേ ജോലി ചെയ്യുന്ന അമേരിക്കൻ IT ജോലിക്കാർക്ക് മറ്റ് മേഖലകളിലേക്ക് മാറേണ്ടതായി വരുന്നുവെന്ന് കാണിക്കുന്നു. വിദേശ ജോലിക്കാർ കമ്പനിയുടെ ഉൽപാദനവും ലാഭവും വർദ്ധിപ്പിക്കുന്നുവെങ്കിലും ഈ മേഖലയിലെ വേതനം കുറയ്ക്കുന്നതിന് കാരണമാകുന്നുവെന്നും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് നേരിട്ട് യാത്ര ചെയ്യുന്നവർക്ക് തങ്ങളുടെ സാധാരണ ഫോൺ ഒഴിച്ച് മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിമാനത്തിൽ ക്യാരി ഓൺ ബാഗേജിൽ കൊണ്ടുവരുന്നതിനുള്ള നിരോധനം നിലവിൽ വന്നു. ഇതോടെ ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് എയർപോർട്ടുകളിലൂടെ അമേരിക്കയിലേക്ക് വരുമ്പോൾ തങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചെക്ക്ഡ് ബാഗേജിൽ സൂക്ഷിക്കേണ്ടതായി വരും. പെട്ടെന്നുള്ള ഈ നിരോധനത്തിന് കാരണം തീവ്രവാദികൾ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിമാനം തകർക്കുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണം ആരംഭിക്കുന്ന ആപ്പിൾ കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി ഇളവ് നൽകണമെന്നുള്ള ആവശ്യം ഇന്ത്യ ഗവൺമെന്റ് നിരാകരിക്കാൻ സാധ്യത. അടുത്ത 15 വർഷത്തേക്കാണ് നികുതി ഇളവ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വിറ്റ ഐഫോണുകളിൽ 50% ഐഫോൺ 5S വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. ഐഫോണിന്റെ വില മറ്റ് കമ്പനികളുടെ ഫോണിന്റെ വിലയേക്കാൾ അധികമാകുന്നത് ഗവൺമെന്റ് ചുമത്തുന്ന കൂടിയ നികുതി മൂലമാണെന്ന് കമ്പനി അറിയിച്ചു. USA ബ്രെയിൻ ബി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികൾ ആദ്യത്തെ 3 സ്ഥാനങ്ങളും കരസ്ഥമാക്കി. അർക്കൻസാസിൽ നിന്നുള്ള സോജസ് വാഗോ, മിനിയാപോളിസിൽ നിന്നുള്ള ആർത്തി വിജയകുമാർ, ഇന്ത്യനാപോളിസിൽ നിന്നുള്ള അമിത് കണ്ണൻ എന്നിവരാണ് യൂണിവേഴ്സിറ്റി ഓഫ് മെറിലൻഡ് നടത്തിയ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയത്. 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 51 ബ്രെയിൻ ബി ചാപ്റ്ററുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളിൽ നിന്നുമാണ് വിജയികളെ കണ്ടെത്തിയത്. ഇവർക്ക് ഓഗസ്റ്റ് 3 മുതൽ 6 വരെ നടക്കുന്ന ഇന്റർനാഷണൽ ബ്രെയിൻ ബി മത്സരത്തിൽ മത്സരിക്കാൻ സാധിക്കുന്നതാണ്. മേരിനോൾ മാഗസിൻ ദേശീയ തലത്തിൽ നടത്തിയ ഉപന്യാസ മത്സരത്തിൽ ന്യൂയോർക്ക് ജോൺ എഫ് കെന്നഡി കാത്തലിക് സ്കൂൾ വിദ്യാർത്ഥിനി മീനു ജോൺകുട്ടി 1ാം സ്ഥാനം നേടി. സേവ് അവർ എർത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ഉപന്യാസ മത്സരത്തിൽ 7000-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മുൻപ് നാഷണൽ ഹാൻഡ് റൈറ്റിംഗ് മത്സരത്തിലും മീനു 1ാം സ്ഥാനം നേടിയിരുന്നു. വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടി ഉദ്യോഗസ്ഥനായ ജോൺകുട്ടി വർഗീസിന്റെ മകളാണ് 12ാം ക്ലാസ്സുകാരിയായ മീനു. കൂടുതൽ അളവിൽ ഉപ്പ് ഉപയോഗിക്കുന്ന 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വിസർജനത്തിന്റെ ആവശ്യം കൂടുന്നതായി ജപ്പാൻ നാഗസാക്കിയിലെ ഗവേഷകർ നടത്തിയ പഠനങ്ങളിൽ കാണിക്കുന്നു. മറ്റ് നിരവധി കാരണങ്ങൾ ഉണ്ടെങ്കിലും ഉപ്പിന്റെ അമിത ഉപയോഗം ഈ പ്രവണത കൂട്ടുന്നതായി 300 പേരിൽ നടത്തിയ പ്രാഥമിക പഠനങ്ങൾ തെളിയിച്ചു. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ശുപാർശ ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാവുന്ന ഉപ്പിന്റെ അളവ് ഏതാണ്ട് 2.3 ഗ്രാം ആകുന്നു. അതായത് 1 ടീസ്പൂൺ മാത്രമാണ്. പഠനത്തിൽ പങ്കെടുത്ത 200 പേർ 8 ഗ്രാമിനും 11 ഗ്രാമിനും ഇടയിൽ ഉപ്പ് ഉപയോഗിച്ചതായി കണ്ടെത്തി. വിസ തട്ടിപ്പ് നടത്തിയ ഡൈനാസ് ഓഫ് സിനർജി CEO ജേവൽ മുരുകൻ, സയ്യിദ് നവാസ് എന്നിവർക്കെതിരെ കോടതിയിൽ കുറ്റപത്രം നൽകി. H-1B വിസ അപേക്ഷകൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, സിസ്കോ സിസ്റ്റം, ബ്രോക്കേഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നീ കമ്പനികൾക്ക് വേണ്ടിയാണ് സമർപ്പിച്ചിരുന്നത്. എന്നാൽ H-1B വിസകൾക്ക് അംഗീകാരം ലഭിച്ചതിനു ശേഷം ജോലിക്കാരെ മറ്റ് കമ്പനികൾക്ക് നൽകി ലാഭം ഉണ്ടാക്കി വരികയായിരുന്നു. കുറ്റം തെളിഞ്ഞാൽ 20 വർഷം തടവും $2,50,000 പിഴയും ലഭിക്കാവുന്നതാണ്.
ന്യൂജേഴ്സിയിൽ കൊല ചെയ്യപ്പെട്ട ശശികല നരയുടെയും മകൻ 6 വയസ്സുകാരൻ അനീഷിന്റെയും മരണകാരണം വംശീയ വിദ്വേഷമല്ലെന്ന് പോലീസ് അഭിപ്രായപ്പെടുന്നു. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മരണത്തിന് കാരണം കത്തുകൊണ്ടുള്ള നിരവധി കുത്തുകളാണ്. ഇവരുടെ മരണവിവരം ജോലിയിൽ നിന്ന് തിരിച്ചു വന്ന ഭർത്താവാണ് പോലീസിൽ അറിയിച്ചത്. പ്രമുഖ അമേരിക്കൻ മലയാളി ഓൺലൈൻ പത്രം eMalayali.com പുതിയ പ്രതിമാസ ഇംഗ്ലീഷ് മാസിക ദേശി ലൈഫ് ആൻഡ് ടൈംസിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചു. ദേശി ലൈഫ് ആൻഡ് ടൈംസിന്റെ പ്രിന്റഡ് എഡിഷനും ഡിജിറ്റൽ എഡിഷനും ഇപ്പോൾ ലഭ്യമാണ്. മാഗസിന്റെ വാരിക്കാരാകാൻ എല്ലാ ഇന്ത്യക്കാരെയും പ്രത്യേകിച്ച് മലയാളികളെയും സ്വാഗതം ചെയ്യുന്നതായി പ്രസാധകർ അറിയിച്ചു. പ്രവാസി ചിത്രകാരനായ വിജയൻ പുതുമനയ്ക്കലിന്റെ ചിത്ര പ്രദർശനം ലോസ് ആഞ്ചൽസ് സാൻ ഫെർണാണ്ടോ വാലി ആർട്സ് ആൻഡ് കൾച്ചറൽ സെന്ററിൽ വെച്ച് നടത്തുകയുണ്ടായി. ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനത്തിൽ വിവിധ മലയാളി സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. വാട്ടർ കളർ, ഓയിൽ പെയിന്റ്, അക്രലിക് എന്നീ വിഭാഗങ്ങളിലായി 100ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. Mr. Sodharan Varghese, President of Kala, Los Angeles. Very kind of you to having come and visited my gallery. I hope you enjoy my paintings. Thank you very much. What do you think about the paintings, Joji Chetta? It's such a beautiful day today. I'm extremely happy that I actually came here with my family to see such a beautiful event. ഞാൻ ലോസ് ആഞ്ചലസിൽ കഴിഞ്ഞ 20-25 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. ഇത് ആദ്യമായിട്ടാണ് ലോസ് ആഞ്ചലസിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇതുപോലെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാരോടും മലയാളികളുടെ പേരിലുള്ള നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിനുവേണ്ടി വർക്ക് ചെയ്ത വിജയനങ്കിളിനും ആൻറ്റിക്കും രമേശിനും അർച്ചനയ്ക്കുമൊക്കെ ലോസ് ആഞ്ചലസിലെ എല്ലാ മലയാളികളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ. താങ്ക് യു. Of late, actually, because I had a lot of time, past time, and I started painting. And maybe just quite for the last couple of years, you can say from 2010 onwards, I collected this many paintings. Before that, I didn't have much time because now children have grown up and they started studying outside Kuwait. So that gave me more ambience, ample time to spend. And my wife is a dance teacher, so she goes for dance. And that time I used for painting, which made me to collect all these paintings. And and my friends prompted me to have an exhibition, this kind of thing. And in America, my son invited me. That I said I'm not coming, but if I come, that they can have an exhibition. So just that prompted me to bring my paintings along with, and that gave me, and all my friends helped me. And I'm thankful to everyone and all these Malayali associations here in
in this California, as well as this gallery management, all these people. Okay, thank you very much. ന്യൂയോർക്ക് ഫൊക്കാന വുമൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിക്കുകയുണ്ടായി. ന്യൂയോർക്ക് ടൈസൺ സെന്ററിൽ നടന്ന ചടങ്ങിൽ ചാപ്റ്റർ പ്രസിഡന്റ് ശോശാമ്മ ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു. റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേറ്റർ ആനി പോൾ, തങ്കമണി അരവിന്ദ്, ഡോക്ടർ ഡോണ പിള്ള, ഡോക്ടർ എലിസബത്ത് മാമൻ, ഡോക്ടർ ലിസ് ജോർജ്, വൈസ് പ്രസിഡന്റ് ലത പോൾ, സെക്രട്ടറി ജെസി ജോഷി തുടങ്ങിയവർ സംസാരിക്കുകയുണ്ടായി. ഫൊക്കാനയുടെ ദേശീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. Some of the finest women in our community and celebrate their achievements. The meeting for news. Our Uriku Vanita, Leela Marriage, please come to the stage. Lastly, I welcome each one of you. Without you, this event won't be a success. I thank you from the bottom of my heart, each and every one of you, spending time and coming for this event. It is my honor to stand before all of you as we celebrate our Focana Women's Forum Day New York Chapter program of the year 2017. ഈ സർവീസിൽ മാത്രമല്ല പഠിത്തത്തിലും ജോലിയിലും അഗ്രഗണ്യാണ്. നഴ്സിംഗിൽ ഡോക്ടറേറ്റും 2 മാസ്റ്റേഴ്സ് ഡിഗ്രിയുമുള്ള ഉരുക്കു വനിത ഡോക്ടർ ആനി പോളിനെ തേടി നിരവധി പുരസ്കാരങ്ങളും സ്ഥാനമാനങ്ങളും എത്തിയിട്ടുണ്ട്. ഫോർ ദ മോസ്റ്റ് എഫിഷ്യന്റ് ആൻഡ് സിമ്പത്തറ്റിക് നേഴ്സ് പ്രസന്റഡ് ബൈ ലേറ്റ് ഓണറബിൾ മിസ്സസ് ഇന്ദിരാഗാന്ധി, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ 1980. എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന അയൺ ലേഡി. First of all, I want to appreciate Leela Marriott and Shoshama Andrews, all the other Focana ladies, taking this opportunity, taking the leadership to recognize, to celebrate Women's Day, Women's Month. That is really, really I want to appreciate. That is true. Right? The women, mother, when a woman becomes a mother, she is the first teacher of their children. You know the power a woman has. You know how many just around the world, when you think about your mother itself, how much hard work they used to do. Take care of the children, take care of the family. Here with great crowd, representing Focana as well as Munch, Malayali Association of New Jersey. I am the New Jersey chapter president of Focana Women's Forum and the general secretary of Munch. സാംസ്കാരിക മാറ്റമല്ല, സാമ്പത്തിക, സാങ്കേതിക, ശാസ്ത്രീയ മാറ്റങ്ങളും ഉൾക്കൊള്ളാനും വളർത്താനും വനിതകൾക്കും സാധിക്കുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്ദിരാ നോയിയെ പോലെ കർമ്മശേഷിയും കൽപ്പന ചാവ്ല മുതലായവരുടെ സാങ്കേതിക മികവും മാർഗരറ്റ് താച്ചർ, ഇന്ദിരാഗാന്ധി മുതലായവർ സമ്മാനിച്ച ധീര രാഷ്ട്രീയ മണ്ഡലങ്ങളും കാലത്തും മറക്കാൻ പറ്റുമോ? Let's put our hands together and help me welcoming Mrs. Donna Pillai. My husband, Dr. A.K.B. Pillai's anthropological research over the last 30 years, starting with his book on the Nayars, Social Stratification and Sexism, has documented A daughter-in-law, a wife, a mother, a sister, sister-in-law. As a woman, you can be whatever you want to be. You see, women's rights is human rights. It is time for us to think about removing these electronic devices away from them, at least at the time when you go to sleep. Don't give the cell phone to work or the grandkids. ഈ വർഷത്തെ ഓണാഘോഷത്തിൽ 111 വിഭവങ്ങൾ ഒരുക്കി ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ അമേരിക്കൻ മലയാളിയായ സുനി ആലുമൂട്ടിൽ തയ്യാറെടുക്കുന്നു. മലയാളി അസോസിയേഷൻ ഓഫ് താമ്പ നടത്തുന്ന ഈ വർഷത്തെ ഓണാഘോഷങ്ങളിലാണ് സുനി തന്റെ ഓണസദ്യ ഒരുക്കുന്നത്. ഓണം
celebration at the Sacred Heart Kanaya Christian Hall. We are trying to go for the world record, the Guinness World Record. And for this, we'll be assisted by our chef, Martin, and by our dance choreographer, Tenshan and Srini. ഞാൻ 10 വർഷമായിട്ട് ഓണസദ്യ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 111 ഐറ്റവുമായി ഈ തവണ മാറ്റിൻ്റെ അഭിപ്രായ പ്രകാരം മുന്നോട്ട് ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ്. മാറ്റിന് വേണ്ടിയിട്ട് 2017 മാറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഓണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു നല്ലൊരു നൃത്തോത്സവം ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതിനെല്ലാ മലയാളികളുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾക്ക് വേണം. ലോകത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് 111 ഐറ്റവുമായിട്ട് ഒരു ഓണം ചെയ്യുകയാണ് ഞങ്ങൾ. ഇത് വളരെ റിസ്ക് പിടിച്ച സംഭവമാണ്. പക്ഷെ നിങ്ങൾക്കെല്ലാം കാണാം, ഇവിടെ ഞങ്ങളുടെ പുറകിൽ വലിയൊരു ടീമുണ്ട്. ആ ടീം മാറ്റ് ഉള്ളത് കൊണ്ട് ഇത് വിജയിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫുഡിന് നേതൃത്വം കൊടുക്കുന്ന മാർട്ടിൻ, കലാപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ടെൻഷനും ശ്രീനായും, ഈ വലിയ മെഗാ ഇവൻറ്റിലേക്ക് ലോകത്തുള്ള എല്ലാ മലയാളികളെയും സാദരം ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഈ കൊച്ചു സംഘടനയുടെ ഒരു പ്രത്യേകത, ഞങ്ങൾ ഫോമയിലും ഫൊക്കാനയിലും 2 ശക്തമായ നാഷണൽ അസോസിയേഷൻസ് മലയാളികളുടെ ഈ 2 സംഘടനകളെയും മെമ്പറാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഫോമയുടെയും ഫൊക്കാനയുടെയും ശക്തമായ വക്താക്കളാണ്. ഞാൻ ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പറായ മിസ്റ്റർ സണ്ണി മറ്റമനെ പരിചയപ്പെടുത്തുന്നു. ഞാൻ സണ്ണി മറ്റവന, ഫൊക്കാനയുടെ ഈ വർഷത്തെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ഈ അസോസിയേഷൻ ഓഫ് ടാമ്പയുടെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങളും എല്ലാവിധ അനുമോദനങ്ങളും നേരാനായിട്ട്, ഫൊക്കാനയുടെ പേരിൽ നേരാനായിട്ട് ഈ അവസരത്തെ ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാൻ ജോസ്മോൻ തത്തംകുളം, ഫോമയുടെ 2017-2018 കാലയളവിലെ നാഷണൽ കമ്മിറ്റി മെമ്പറാണ്. മലയാളി അസോസിയേഷൻ ഓഫ് ടാമ്പ 2017 സംഘടിപ്പിക്കുന്ന അതിവിപുലമായ ഓണാഘോഷ പരിപാടിയിലേക്ക് ഫോമയുടെ ഫ്ലോറിഡ റീജിയന്റെ പേരിലൂടെ. അടുത്തതായി ഷിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയി പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ്. നമ്മെ ബാധിക്കുന്ന തലവേദനകളിൽ 95% കാരണം 3 തരം പ്രൈമറി ഹെഡേക്സ് ആണ്. ഇവയിൽ ആദ്യത്തെ 2 പറ്റി, ടെൻഷൻ ഹെഡേക്കിനെ പറ്റിയും മൈഗ്രെയിൻ ഹെഡേക്കിനെ പറ്റിയും കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞു. ടെൻഷൻ ഹെഡേക്കും മൈഗ്രെയിൻ ഹെഡേക്കും സ്ത്രീകളിലാണ് കൂടുതലായി കാണുന്നതെന്നും നാം കണ്ടു. എന്നാൽ പുരുഷന്മാര് വിവേചനത്തെപ്പറ്റി ഭയപ്പെടേണ്ട. 3ാമത്തെ പ്രൈമറി ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക് 85% പുരുഷന്മാരെയാണ് ബാധിക്കുന്നത്. 25-നും 50-നും ഇടയ്ക്കുള്ള വിജയേഷുക്കളായ പുരുഷന്മാരിലാണ് ക്ലസ്റ്റർ ഹെഡേക്ക് കൂടുതലായി കാണുന്നതെന്നതിനാൽ ഇതിനെ എക്സിക്യൂട്ടീവ് ഹെഡേക്സും എന്നും ചിലപ്പോൾ വിളിക്കാറുണ്ട്. തലയുടെ ഒരു ഭാഗത്ത് മിക്കപ്പോഴും ഒരു കണ്ണിന്റെ പുറകില് തുളച്ചു കയറുന്നത് പോലെയുള്ള കഠിനമായ വേദനയാണിത്. രാത്രിയിൽ പലപ്പോഴും അല്പം ഉറങ്ങിയതിനു ശേഷം ഉണരുമ്പോഴാണ് ഈ വേദന ആരംഭിക്കുന്നത്. വേദനയുള്ള ഭാഗത്തെ കണ്ണുകൾ ചുമക്കുകയും കൺപോള വീർക്കുകയും ഒക്കെ ചെയ്യാം. മൈഗ്രെയിൻ രോഗി ശബ്ദവും പ്രകാശവുമില്ലാത്ത മുറികളിൽ സ്വസ്ഥമായി കിടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ലസ്റ്റർ ഹെഡേക്ക് രോഗികൾ റെസ്റ്റ്ലെസ്സായി നടന്നുകൊണ്ടിരിക്കും. 0 ഡിഗ്രിയിൽ താഴെ തണുപ്പുള്ള രാത്രിയിൽ തലവേദന എടുത്ത് പുറത്തുള്ള മഞ്ഞിലും ഐസിലുമെല്ലാം കൂടി ഓടി നടക്കുന്ന ഒരു രോഗി പണ്ടെനിക്കുണ്ടായിരുന്നു. വേദന സാധാരണ അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. ചില സീസണുകളിൽ ഇത്തരം തലവേദന തുടർച്ചയായി എല്ലാ ദിവസവും ഉണ്ടാകുകയും പിന്നീട് കുറച്ചേറെ നാളത്തേക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതിനാലാണ് ഇതിനെ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് വിളിക്കുന്നത്. ക്ലസ്റ്റർ ഹെഡേക്കിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി നമുക്ക് അറിഞ്ഞുകൂടാ. ഉറക്കം പോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള ഹൈപ്പോതലാമസ് എന്ന ഭാഗത്താണ്. ഈ ഹൈപ്പോതലാമസിൽ ഉണ്ടാകുന്ന
അപാകതകളാകാം. ക്ലോക്ക് വർക്ക് പോലെ ഒരു നിശ്ചിത സമയത്ത് ദിവസവും ഈ തലവേദന ഉണ്ടാകുവാൻ കാരണം എന്ന് കരുതപ്പെടുന്നു. മറ്റ് തലവേദനകൾക്ക് ഉപയോഗിക്കുന്നത് പോലെ ആസ്പിറിനും ടൈലനോളും മോർട്ടിനും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്ലസ്റ്റർ ഹെഡേക്ക് രോഗിക്ക് വലിയ പ്രയോജനം ഉണ്ടാകുകയില്ല. കാരണം വേദന അത്ര കഠിനമായിരിക്കും. കഴിയുന്നതും വേഗം രോഗിയുടെ വേദന കുറയ്ക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. 100%, 100% ഓക്സിജൻ ശ്വസിക്കാമെങ്കിൽ മിക്കപ്പോഴും 15 മിനിറ്റിനുള്ളിൽ തലവേദന മാറിക്കിട്ടും. ഓക്സിജൻ സിലിണ്ടർ എപ്പോഴും കൊണ്ടു നടക്കുകയെന്ന അസൗകര്യമാണ് ഈ ചികിത്സയുടെ ഒരു പ്രായോഗിക വൈഷമ്യം. മൈഗ്രെയിൻ്റെ ചികിത്സയിലെ പോലെ ട്രിപ്റ്റാൻ ഗ്രൂപ്പിൽപ്പെട്ട ഇമിട്രക്സ് പോലെയുള്ള മരുന്നുകൾ കുത്തിവെച്ചാൽ വേദന പെട്ടെന്ന് മാറും. എർഗോട്ട് ഗ്രൂപ്പിൽപ്പെട്ട ഡൈഹൈഡ്രോ എർഗോട്ടാമിൻ മരുന്ന് കുത്തിവെച്ചാലും ഫലപ്രദമാണ്. എന്നാൽ എർഗോട്ട് മരുന്നുകൾ IV ആയി കുത്തിവെക്കേണ്ടതിനാൽ ആശുപത്രിയിലോ ഡോക്ടറുടെ ഓഫീസിലോ പോകണം എന്ന അസൗകര്യം ഇതിനുണ്ട്. ലൈഡോക്കെയിൻ പോലെയുള്ള ലോക്കൽ അനസ്തെറ്റിക് മരുന്നുകൾ മൂക്കിൽ ഒഴിക്കുകയും വേദന കുറയാൻ സഹായകമായേക്കാം. വളരെ കഠിനമായ വേദന തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ലസ്റ്റർ ഹെഡേക്കിന് ട്രൈജമിനൽ നെർവിന്റെ കുറച്ച് ഭാഗങ്ങൾ മുറിച്ചു കളയുന്ന ശസ്ത്രക്രിയ നടത്താറുണ്ട്. റേഡിയേഷൻ ഉപയോഗിച്ചും ട്രൈജമിനൽ നെർവിന്റെ ഭാഗങ്ങൾ പ്രവർത്തനരഹിതമാക്കാം. തലയുടെ പുറകിലുള്ള ഓക്സിപിറ്റൽ നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യുവാന് പേസ് മേക്കറിന് തുല്യമായ ഒരു ഉപകരണം ഇംപ്ലാന്റ് ചെയ്യുന്നതും ഇന്ന് പരീക്ഷണ ഘട്ടത്തിലുണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, അത് പ്രിവെന്റ് ചെയ്യുവാൻ വേണ്ടി കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, ലിത്തിയം ഇവയെല്ലാം ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. മെലറ്റോണിൻ ഹാർമോണ്, സോസ്ട്രിക്സ് ക്രീം, എപ്പിലെപ്സിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ബോട്ടിലീനിയം ടോക്സിൻ ഇവയെല്ലാം പരീക്ഷിക്കാറുണ്ട്. മറ്റ് പ്രൈമറി ഹെഡേക്സുകൾ പോലെ ക്ലസ്റ്റർ ഹെഡേക്കും പ്രധാനമായി ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു രോഗമാണ്. രോഗനിർണയത്തിന് പലപ്പോഴും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മെഡിക്കൽ ഹിസ്റ്ററിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷനും നടത്തിയാൽ മാത്രം മതിയാകും. CT സ്കാനും MRI തുടങ്ങിയ ചിലവ് കൂടിയ പരിശോധനകൾ ബ്രെയിൻ ട്യൂമറോ അനൂറിസമോ തുടങ്ങിയ മറ്റു സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഒരിക്കല് നാട്ടിൽ പോയപ്പോൾ ഒരു ക്ലസ്റ്റർ ഹെഡേക്ക് രോഗി പറഞ്ഞ ദയനീയമായിട്ടുള്ള കഥ ഞാൻ ഓർക്കുന്നു. തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തലവേദനയുടെ ചികിത്സയ്ക്കായി പല വലിയ ആശുപത്രികളും ഇയാൾ പോയി വളരെയധികം വിദഗ്ധന്മാരെ ഇയാൾ കണ്ടു. എല്ലാ ആശുപത്രികളിലും തുടർച്ചയായി CT സ്കാനും MRIയും ഒക്കെ ചെയ്തു. മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി വച്ചിരുന്ന രൂപ എടുത്ത് ഇതിനെല്ലാം ചെലവാക്കി. അവസാനം കെട്ടിച്ചയക്കേണ്ട മോള് വീട്ടിൽ നിൽക്കുന്നുമുണ്ട്, തലവേദനയൊട്ട് പോയുമില്ല എന്ന് ഇയാൾ പരിതപിച്ച് പറഞ്ഞതോർക്കുന്നു. ഈ 3 പ്രൈമറി ഹെഡേക്കുകളും പരിപൂർണമായി ക്യൂർ ചെയ്യുന്നതിനുള്ള ചികിത്സ വൈദ്യശാസ്ത്രത്തിൽ ഇന്നുമില്ല. എങ്കിലും വേദന കുറയ്ക്കാനും ഹെഡേക്കിന്റെ ഇൻസിഡൻസ് വളരെ ചുരുക്കുവാനും നമുക്ക് മരുന്നുകളിലൂടെ ഇന്ന് സാധിക്കും. എന്നാൽ ഒരു കാരണവും കൂടാതെ ചിലപ്പോൾ തലവേദന പെട്ടെന്ന് പരിപൂർണമായി അങ്ങ് ഭേദപ്പെടാറുണ്ട്. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസറും പ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനും എസ്ഐയിസ്റ്റുമായിരുന്ന ഡോക്ടർ ലൂയിസ് തോമസ് ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ലൂയിസ് തോമസ് ചികിത്സിച്ചിരുന്ന പല തലവേദന രോഗികൾക്കും പെട്ടെന്ന് പരിപൂർണമായിട്ട് അവർ സുഖം പ്രാപിക്കുമ്പോൾ രോഗികളെക്കാൾ കൂടുതൽ അത്ഭുതപ്പെട്ടിരുന്നത് അദ്ദേഹമായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡോക്ടർ ലൂയിസ് തോമസിന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ അദ്ദേഹം എഴുതി, God cured my patient, but I diligently collected the fee and put it in my pocket. ദൈവം എൻ്റെ രോഗിയെ സുഖമാക്കി, എങ്കിലും പ്രതിഫലം ഞാൻ വാങ്ങി പോക്കറ്റിലിട്ടു. ദൈവത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ചിലപ്പോൾ ചില തലവേദന രോഗികളെന്ന് പറയാറുണ്ട്, എൻ്റെ തലവേദന അനേക വർഷങ്ങളായിട്ടുള്ളതാണ്, ദിവസവും 3-4 നേരം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഈയിടെ ഒരു പ്രത്യേക ആത്മീയ ഗുരുവിനെ കണ്ടു, അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു, അനുസരിച്ചു, ഞാൻ എൻ്റെ മരുന്നെല്ലാം നിർത്തി, എൻ്റെ തലവേദനയും അതോടെ മാറിയെന്ന്.
രോഗികൾ ഇങ്ങനെ പറയുമ്പോൾ സംശയഗ്രസ്തനായ ഒരു തോമ, അതായത് ഒരു ഡൗട്ടിങ് തോമസ് എന്നിലുള്ളതിനായി ആയിരിക്കാം ഞാൻ ചിലപ്പോൾ സംശയിക്കാറുണ്ട് ഇവരുടെ തലവേദനകളുടെ കാരണം ഇവർ കഴിച്ചുകൊണ്ടിരുന്ന വേദനയുടെ മരുന്നുകളായിരുന്നില്ലേ എന്ന്. മരുന്നുകൾ മൂലമുണ്ടാകുന്ന റീബൗണ്ട് ഹെഡേക്ക് എല്ലാ ഡോക്ടർമാരും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ആത്മീയ ഗുരുവല്ല, ലാടഗുരു പറഞ്ഞിട്ട് മരുന്ന് നിർത്തിയിരുന്നെങ്കിലും ഒരുപക്ഷെ അവർക്ക് തലവേദന മാറിക്കിട്ടുമായിരുന്നു. എന്നാൽ ഡോക്ടർ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പലപ്പോഴും ആത്മീയ ഗുരുക്കളും ലാടഗുരുക്കളും പറയുമ്പോൾ രോഗികൾ അനുസരിക്കും എന്ന കാര്യം നാം ഓർത്തിരിക്കണം. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം കാണാം. നിങ്ങൾക്ക് നന്ദി. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.